ഹായ് ഹലോ, നമുക്കിന്നൊരു ഈസി ആയിട്ടൊരു പേപ്പർ കട്ടർ ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 പേപ്പർ കട്ടറുകൾ ഇതാട്ടോ. അത് രണ്ടും തുരുമ്പ് പിടിച്ച അവസ്ഥയല്ല, ഞാൻ അധികമൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ എത്ര പേർക്കറിയാം ഈ ഒരു പേപ്പർ കട്ടർ നമുക്കതിൻ്റെ മൂർച്ച കുറയുന്നതനുസരിച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാമെന്ന്. ആ കാണുന്ന ഓരോ മാർക്കില്ലേ, ആ ഓരോ മാർക്ക് നമുക്ക് കട്ട് ചെയ്ത് മൂർച്ച കുറയുന്നതിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പേപ്പർ കട്ടർ ഉണ്ടാക്കുന്നത് ഈ ഒരു നമ്മളിങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പല ഷേപ്പിലൊക്കെ കിട്ടുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് പേപ്പർ കട്ടർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഹാങ് ചെയ്യുന്ന കൊളുത്തില്ലേ, അതൊക്കെ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്കൊരു പേപ്പർ കട്ടർ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിനെ നമ്മൾ 2 പീസാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഒരു പീസ് മതി നമുക്കൊരു പേപ്പർ കട്ടർ ഉണ്ടാക്കാൻ വേണ്ടി. സൂക്ഷിച്ച് ചെയ്യുക. കുട്ടികൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുട്ടികളാരും ബ്ലേഡ് കൈകാര്യം ചെയ്യരുത് കേട്ടോ. ആ ബ്ലേഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ രണ്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് 2 ഹാങ് ചെയ്യുന്ന ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. 2 നമ്മൾ ചേർത്ത് ഒട്ടിക്കണമല്ലോ. അപ്പോൾ അതിൽ ഒന്നിൻ്റെ മുകളിൽ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ഗ്ലൂ ഫെവി ബോണ്ടാണ്. എന്തും പെട്ടെന്ന് ഒട്ടി കിട്ടുന്നതാണ്. ഞാൻ കൂടുതൽ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലേഡ് വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്ന ബ്ലേഡ്, അതിന് ശേഷം അടുത്ത ഫ്ലവർ കൂടി വെച്ച് കൊടുത്തു. ഇനി ഈ ബ്ലേഡിനെ നമുക്കൊന്ന് ഷാർപ്പാക്കി എടുക്കണം. ഓൾറെഡി ഷാർപ്പാണ്, എന്നാലും പേപ്പർ കട്ടറിൻ്റെയൊക്കെ അതിലുള്ള ബ്ലേഡിൻ്റെ എഡ്ജ് കുറച്ച് നല്ല ഷാർപ്പായിരിക്കും, അതുപോലെ പരന്നതായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ ഗ്ലൂ ശരിക്കും ഉണങ്ങാതെ കട്ട് ചെയ്യുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതേ പൊസിഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ശരിയായില്ല തോന്നിയപ്പോൾ ഞാനത് മാറ്റി വീണ്ടും കട്ട് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ ഫോക്കസ് ഔട്ടായി പോയിട്ടുണ്ട്. ഞാൻ നോർമലി വീഡിയോ എടുക്കുന്ന ആംഗിളിലല്ല ഇത് എടുത്തിരിക്കുന്നത്. ഇനി എടുക്കുന്ന വീഡിയോസിലെല്ലാം ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങളത് യൂസ് ചെയ്യുക. ഇത് ഉണ്ടാക്കി വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഉണങ്ങും. ബ്ലേഡിൻ്റെ ഈ കട്ട് ചെയ്ത പോർഷൻസ് എല്ലാം സേഫായിട്ട് തന്നെ ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ എല്ലാവരും. ഇനി നമുക്കിതൊന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. സാധാരണ നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തും നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഷാർപ്പായതും, പുതിയ ബ്ലേഡായിരുന്നു, നല്ല ഷാർപ്പായതും നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.